എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഗാമിൻ സ്റ്റഡി ഗ്രൂപ്പിനോടായിട്ട് പറയും പിഹാനെതിരെ ഡിസിപ്ലിനറി കമ്മിറ്റി വന്നേ പറ്റൂ. അതിപ്പോ നമ്മൾ പുറത്തു പോവേണ്ടി വന്നാലും. സ്റ്റഡി ഗ്രൂപ്പും ഇത് സംബന്ധിച്ച് തന്നെ നിൽക്കുവാണ്. ഇപ്പൊ ഇത് കേൾക്കുന്ന സഞ്ജുൾ പറയും, ഒരു കൊല്ലം മുന്നേ പിഹാൻ ഇതുപോലെ പണിഷ് ചെയ്യാൻ നോക്കി ടീച്ചർ മീറ്റിംഗിന്റെ തലേ ദിവസമാണ് കുത്തേരി മരണപ്പെട്ടത്. പോലീസ് അതൊരു റാൻഡം കില്ലിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും യോംബക് ഗ്യാങ്ങിലുള്ള പലരും അത് പിഹാൻ ആണെന്നാണ് വിശ്വസിക്കുന്നത്. മീറ്റിംഗ് നടന്നിരുന്നെങ്കിൽ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഈ യൂസോങ് എന്ന് പറയുന്നത് പിഹാൻ ഉണ്ടാക്കി തീർത്ത കൊട്ടാരവ. അത് നഷ്ടപ്പെടാതിരിക്കാൻ അവൻ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗും ക്യാൻസൽ ചെയ്യാൻ അവൻ എന്തും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൻ ആദ്യം അറ്റാക്ക് ചെയ്യണം. ജൂണും അതിന് എഗ്രി ചെയ്ത് നിൽക്കുമ്പോൾ സെയോൺ പറയും, ഇത് കുട്ടികളിയല്ല, നമ്മൾ ഒന്നും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ മുന്നിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ലീമിസിന്റെ സേഫ്റ്റിയാണ്. നമുക്ക് ലീമിസിന് ഒന്നും സംഭവിക്കാതെ നോക്കണം. ഗാമിനും സെയോൺ പറയുന്നതിനോട് യോജിക്കും. മീറ്റിംഗ് നടക്കുന്നത് വരെ ലീമിസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കും. കെട്ടാകുമ്പോൾ ലീമിസ് ഇൻസ്പെക്ടർ തേമിനെ കാണാൻ വന്നിരിക്കുകയാണ്. സ്റ്റഡി ഗ്രൂപ്പിന്റെ ഫൈറ്റിംഗ് കേസിനെതിരെ എന്തെങ്കിലും തെളിവ് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിരുന്നു. ഇത് യോൺബോക് ഗ്യാങ് ഇടപെട്ട കേസായതുകൊണ്ട് തന്നെ ഒരു വിറ്റ്നസിനെയും കണ്ടെത്താൻ തേമിന് സാധിച്ചിട്ടില്ല. ഇപ്പൊ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന തേമിൻ ലിയോട് കുറച്ച് ദിവസം സ്കൂളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനും പിഹാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും, പക്ഷേ അതിനും ഒരു പരിധി ഇല്ലേ എന്ന് പറയുമ്പോൾ എന്നോട് ഒളിച്ചോടാനാണോ പറയുന്നത്? ഒരു ടീച്ചർ പേടിച്ച് മാറി നിന്ന സ്റ്റുഡൻസിന് ഞാനൊരു ബാഡ് എക്സാമ്പിൾ ആകും. അവർക്കെതിരെ ആളുകൾ ഫേക്ക് ന്യൂസ് വരെ ഇറക്കിയ സ്ഥിതിക്ക് ഡിസിപ്ലിനറി മീറ്റിംഗ് വരെ ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും. കെട്ടാകുമ്പോൾ മീറ്റിംഗിന്റെ ഒരു ദിവസം മുമ്പ് വീട്ടിലിരിക്കുന്ന ലീക്ക് പ്രിൻസിപ്പളിന്റെ ഒരു കോൾ വരും. നീ മീറ്റിംഗ് വേണ്ടെന്ന് വെക്കില്ലെന്ന് ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്, യൂസോങ്ങിനെ കുറിച്ചും യോൺബക് ഫൗണ്ടേഷനെ കുറിച്ചും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് കാര്യം എന്താണെന്നറിയാൻ വേണ്ടി ലീ പ്രിൻസിപ്പളിനെ കാണാൻ പോകും. പ്രിൻസിപ്പൾ സ്കൂളിലേക്കാണ് വരാൻ പറഞ്ഞിട്ടുള്ളത്. ഇവള് വിളിച്ച് പറഞ്ഞതനുസരിച്ച് അങ്ങോട്ടേക്ക് തേമിനും വന്നിട്ടുണ്ട്. നീ ശരിക്കും സ്കൂളിലേക്ക് പോകണോ? കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണോ എന്നൊക്കെ തേമിൻ ചോദിക്കുമ്പോൾ പ്രിൻസിപ്പളിന് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്, അതെനിക്ക് എന്തായാലും കേൾക്കണം. ഇനി ഇതെന്തെങ്കിലും പ്ലാൻ ആണെങ്കിൽ പോലും അതും ഒരു ചാൻസ് ആണെന്ന് പറയണം അവള്. അങ്ങനെ ലീ ഉള്ള ധൈര്യമെല്ലാം സംഭരിച്ച് പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് വരും. പ്രിൻസിപ്പൾ തുറന്നു പറയാൻ പോകുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവൾ റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. പ്രിൻസിപ്പൾ പറയും, യൂസോങ് ഒരു നോർമൽ സ്കൂളല്ല. പിഹാന്റെ അച്ഛൻ യോങ്ബോക് ഗ്യാങ്ങിലൂടെ ഉണ്ടാകുന്ന പൈസ അനധികൃതമായി അയാളുടെ പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതൊരു രഹസ്യമാണ്. അവന്റെ അച്ഛനാണ് ഈ യൂസോങ്ങിന്റെ രാജാവ്. അതുകൊണ്ട് തന്നെ പിഹാനെ ആർക്കും തൊടാൻ പറ്റില്ല. നീ മീറ്റിംഗിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? ലീ പറയും, ഞാൻ വെൽ പ്രിപ്പയർഡ് ആണ്. വിക്ടിംസിന്റെ അടുത്ത് നിന്നും ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നും എനിക്ക് എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സാറിന് ഇപ്പോഴെങ്കിലും ധൈര്യം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ലീ റെക്കോർഡ് എടുത്ത് ഓഫ് ആക്കുന്ന സമയം അവിടെ കറണ്ട് പോകും. കറണ്ട് പോയതും പ്രിൻസിപ്പൾ ആണെങ്കിൽ പേടിച്ചിറങ്ങി ഓടുവാണ്. സ്കൂളിലെ ലൈറ്റ്സ് മൊത്തം ഓഫ് ആകുന്നത് പുറത്തു നിന്ന് തേമിനും കാണുന്നുണ്ട്. ലീമിസിന് മനസ്സിലാകും എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇവള് പ്രിൻസിപ്പളിന്റെ പേരും വിളിച്ച് അവിടെയെല്ലാം തപ്പി നടക്കുമ്പോൾ അവിടെ സ്റ്റെപ്പിന്റെ അടുത്തായി യോംബോക് ഗ്യാങ്ങിലെ 2 ഇവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇത് കണ്ട് പേടിച്ച് തിരിഞ്ഞു നടക്കുമ്പോഴാണെങ്കിൽ മുന്നീന്ന് മിന്നും പിഹാനും കൂടെ വരും. ഇത് പിഹാൻ ഒരുക്കിയൊരു ട്രാപ്പായിരുന്നു. മിന്നാണെങ്കിൽ ഈ ഒരു രംഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇതുപോലൊരു സംഭവം പണ്ട് നടന്നിട്ടില്ലേ? ഇതെല്ലാം തന്നെ ഇവള് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മിന്ന അവളുടെ അടുത്ത് നിന്ന് ഇപ്പൊ ആ ഫോൺ ചോദിക്കും. ഞാൻ നല്ല രീതിയിൽ ചോദിക്കുവാണ്, അതിങ്ങത്താ. എന്നാൽ ലീക്ക് കൊടുക്കാൻ ഒരുക്കമുണ്ടായിരുന്നില്ല. അവസാനം മിന്നത് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങും. ലീ ഇപ്പോൾ ഇവരോടായിട്ട് ചോദിക്കും, നിങ്ങളാണോ ശരിക്കും ടീച്ചർ ഉപദ്രവിച്ചത്? ഇത് കേൾക്കുന്ന പിഹാൻ പറയും, എന്താ ആ ടീച്ചർക്ക് സംഭവിച്ചത് ഒരു കള്ളത്തരമാണെന്ന് നീ വിചാരിച്ചോ? നീ ഇപ്പോൾ എന്നെ ഇല്ലാണ്ടാക്കിയാലും മീറ്റിംഗ് ക്യാൻസൽ ചെയ്താലും നീ ചെയ്ത തെറ്റുകൾക്ക് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. അവസാനമായി ഞാൻ നിനക്കൊരു ചാൻസ് കൂടെ തരാം. ലീ അവളോടൊരു പുച്ഛഭാവത്തിൽ പറയുവാണ്, മിസ്സിന് തെറ്റി, ഇവിടെ അവസാന ചാൻസ് തരുന്നത് ഞാനാണ്. എന്നാൽ ഇപ്പൊ ഇത് കേൾക്കുന്ന ലീ പറയും, പോലീസ് ഉടനെ തന്നെ ഇവിടെ എത്തും. കാരണം ഫോണിലല്ലാതെ തന്നെ ഡ്രസ്സിലായി തേമിൻ കൊടുത്തൊരു റെക്കോർഡർ അവൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം മുൻകൂട്ടി കണ്ട് എവിഡൻസിന് വേണ്ടി തന്നെയാണ് ലീ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു 30 മിനിറ്റിന് ശേഷവും നിന്റെ വിവരമൊന്നും ഇല്ലെങ്കിൽ ഞാൻ അകത്തേക്ക് വരുമെന്നും തേമിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന തേമിനാണെങ്കിൽ 30 മിനിറ്റിന് ശേഷവും ഇവളുടെ വിവരമൊന്നും ഇല്ലാത്തത് കാണുമ്പോൾ രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് പോയി നോക്കാനായിട്ട് തുനിയാണ്. എന്നൊരു ചെറിയ പ്രശ്നം പറ്റും. തേമിനെ അവന്റെ ഒരു ഫ്രണ്ട് പോലീസുകാരൻ പുറകെന്ന് ഷോക്ക് അടിച്ച് വീഴ്ത്തും. അത് പീഹാന്റെ പ്ലാൻ ആയിരുന്നു. ലീയെ ഉപദ്രവിക്കാനായിട്ട് ഇവർ അടുത്തേക്ക് വരുന്നതും പെട്ടെന്ന് ഇവരെല്ലാവരും ഒരു അനൗൺസ്മെന്റ് കേൾക്കുവാണ്. എടാ നാദികളെ, ഇന്ന് നിങ്ങളുടെ അവസാനമാടാന്നും പറഞ്ഞു. അത് നമ്മുടെ ഹേവോൺ ആയിരുന്നു. ഇവര് ലീമിസിന് വേണ്ടി ഒരു പ്ലാൻ ഒരുക്കിയപ്പോൾ ലീമിസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പും മറ്റൊരു പ്ലാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് കഴിയുന്നത് വരെ ലീമിസിനെ സീക്രട്ട് ആയിട്ട് വാച്ച് ചെയ്യാൻ ഇവർ തീരുമാനിച്ചു. അങ്ങനെയാണ് തേമിനെ ലീമിസ് പോയി കാണുന്നതും അവരുടെ സംസാരത്തിൽ നിന്ന് പ്രിൻസിപ്പളിന്റെ മിസ് കാണാൻ പോകുന്ന കാര്യമല്ല സ്റ്റഡി ഗ്രൂപ്പ് അറിഞ്ഞത്. ഇവിടെ ഇപ്പോൾ സ്റ്റഡി ഗ്രൂപ്പിനെ അപ്രതീക്ഷിതമായി കണ്ട് ഷോക്കിലാണ് ലീമിസ് നിൽക്കുന്നത്. ലീമിസിന് ഇന്ന് നന്നായിട്ട് കിടന്നുറങ്ങണം, നാളെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളതാ. വഴി തടസ്സം നിൽക്കാതെ മാതാവോന്ന് സ്റ്റഡി ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ, അല്ല ആരാ ഇത്? ടീച്ചറെ രക്ഷിക്കാൻ മക്കൾ വന്നിരിക്കുവാണോ? ശരി, എന്നാൽ നമുക്ക് രണ്ടിലൊന്ന് കാണാമെന്നും പറഞ്ഞാണ് മിന്നു നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന ഗാമിൻ ഇപ്പൊ ജൂണിനോട് പറയും, നീ മിസ്സിനെയും കൊണ്ട് ഇവിടെ നിന്ന് പൊക്കോളാൻ. അല്ല എന്തിനാ ഞാൻ പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, കാരണം നിന്നെയാണ് എനിക്ക് ഏറ്റവും വിശ്വാസം എന്ന് പറയുവാണ് ഗാമിൻ. അത് ജൂണിന് അങ്ങ് ഇഷ്ടപ്പെടും. ജൂണിന്റെയും മിസ്സിന്റെയും കൂടെ ബാക്കിയുള്ളവരും പുറത്തേക്ക് പോവാണ്. പിഹാനെ തടയാനായി ഗാമിൻ അവിടെ നിൽക്കും. ഇവരുടെ പിന്നാലെ തന്നെ മിന്നും കൂട്ടരും ചെല്ലുന്നുണ്ട്. പിറകെ തന്നെ വരുന്ന യോംബോക് ഗ്യാങ്ങിലെ 2 സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ജിയും സഞ്ജോളും പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ആവും. ഇവിടെ ഇവർ
ഇവരാണെങ്കിൽ ലീമിസിനെയും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് മിൻ ഇവരുടെ മുന്നിലേക്ക് വരുന്നത്. മിന്നിന്റെ അടുത്ത് നിന്ന് മിസ്സിനെ രക്ഷിക്കാനായിട്ട് ധൈര്യപൂർവ്വം മുന്നിലോട്ട് കയറി വരുന്ന സെയോൺ ആണെങ്കിൽ ജൂണിനോട് മിസ്സിനെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ പറയും. മിസ്സിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ജൂൺ ലീമിസിന്റെയും കൈ പിടിച്ച് അവിടെ നിന്ന് ഓടും. സെയോണിനെ കണ്ട് ഈ പീക്കിരിയാണോ തന്നെ നേരിടാൻ വന്നിരിക്കുന്നത് എന്നൊരു പുച്ഛമാണ് മിന്നിന്റെ മുഖത്ത്. ഇവിടെ ജൂൺ ആണെങ്കിൽ ലീമിസിനെയും കൊണ്ട് പോകുന്ന സമയമാണ് അവനെ പിറകിൽ ആരോ വിളിക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന ജൂൺ ഒരു നിമിഷം ഷോക്കായി പോകും. അത് ജൂൺ ഏറെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. പണ്ട് അവനെ വിട്ട് യൊൻബോ ഗ്യാങ്ങിലേക്ക് പോയ അവന്റെ ഫ്രണ്ട്. പിന്നീട് ജൂൺ ഫൈറ്റിന്റെ പിറകെ നടന്നത് മൊത്തം എങ്ങനെയെങ്കിലും യൊൻബോ ഗ്യാങ്ങിൽ ചേർന്ന് തന്റെ ഫ്രണ്ടിനെ കാണാനായിരുന്നു. എന്ന പക്ഷേ ഏറെ കാലം കഴിഞ്ഞ് ഫ്രണ്ടിനെ കണ്ട ടൈമിംഗ് ഒന്ന് തെറ്റിപ്പോയി. ജൂൺ ലിയോട് പറയും, മിസ് പുറത്തേക്ക് വെക്കോ, മിസ്സിനെ സേഫായി പുറത്തേക്ക് എത്തിച്ചില്ലെങ്കിൽ അവരെന്നെ വച്ചേക്കില്ല. ഇവിടെ പീഹാൻ ആണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ഗാമിനോട് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ അവളുടെ പിറകെ പോയി അവളെ തീർക്കാം, എന്നാൽ കുറെ കാലമായി നിന്നോടൊന്ന് മുട്ടണോന്ന് ആഗ്രഹിച്ചിട്ട്. അങ്ങനെ ഗാമിനുമായിട്ട് പീഹാന്റെ ഒരു മൽപ്പിടുത്തമാണ് പിന്നെ കാണുന്നത്. രണ്ടുപേരും വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തോൽവി ആർക്കും സാധ്യമല്ലല്ലോ. ജൂണിന്റെ ഫ്രണ്ടിന്റെ പേര് ആന്റി എന്നാണ്. ഇവൻ പീഹാന്റെ ആളായിട്ടാണ് ഇവിടെ വന്നതെന്ന് അറിയുമ്പോൾ യൊൻബോ ഗ്യാങ്ങിൽ ചേരാൻ പോകുന്നു എന്ന് നീ ഉദ്ദേശിച്ചത് പീഹാന്റെ വലങ്കൈ ആവുക എന്നതാണോ എന്ന് ജൂൺ ചോദിക്കുമ്പോൾ ഇവൻ പീഹാനെ കുറിച്ച് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ സംസാരിക്കുന്നത് ഈ ആന്റിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഈ ആന്റിയുടെ ബോസ് ആണല്ലോ പീഹാൻ. മറ്റൊരു ഭാഗത്ത് യൊൻബോ ഗ്യാങ്ങിൽ ഒരുത്തൻ സഞ്ജോളിനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജോൾ ഒരു കേസിൽ പ്രതിയാകാൻ സമ്മതിച്ചില്ലേ, അതിലെ യഥാർത്ഥ കില്ലറിന്റെ മകനാണിവൻ. അങ്ങനെ വ്യക്തിപരമായൊരു ദേഷ്യം കൂടെ ഇവന് സഞ്ജോളിനോടുണ്ട്. ജീവനും ഇവരുടെ കൂടെ പിടിച്ചേക്കാൻ പറ്റുന്നില്ല. ഇതേ സമയം മിന്നാണെങ്കിൽ സെയോണിനെ തീർക്കാനായിട്ട് ഗണ്ണെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് സെയോൺ രക്ഷപ്പെടുന്നത്. സത്യത്തിൽ സ്റ്റഡി ഗ്രൂപ്പ് മൊത്തത്തിൽ ഒന്ന് അടി ബദറി നിൽക്കുവാണ്. ഏറ്റവും പവർഫുൾ ആയ ഗാമിന് പോലും പീഹാൻ അത്ര എളുപ്പം തോൽപ്പിക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ആ മീറ്റിംഗ് അങ്ങ് ക്യാൻസൽ ചെയ്താ നിന്റെ മിസ്സിനോ ടീച്ചേഴ്സിനോ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്ന് വളരെ ലാഘവത്തിൽ പീഹാൻ പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന ഗാമിൻ അലറിക്കൊണ്ട് ഇവന്റെ നേരെ പാഞ്ഞെടുക്കുന്നത് കാണാം. ഇവിടെ ലീമിസ് ആണെങ്കിൽ ഓടി വന്ന് പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ ഫ്രണ്ട് ഡോർ ക്ലോസ്ഡ് ആണ്. എത്ര ശ്രമിച്ചിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആന്റി ആണെങ്കിൽ ജൂണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഇത് കാണുന്ന ജൂണിന് വല്ലാണ്ടങ്ങ് സങ്കടാവാണ്. പണ്ട് താൻ കൂടപ്പറപ്പിനെ പോലെ കണ്ടൊരാൾ, പിന്നീട് താൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരാൾ ഇപ്പോഴേ തന്നെ കൊല്ലാനായിട്ട് മുന്നിൽ നിൽക്കുന്നു. ആന്റിയെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ജൂണിന്റെ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കണം 1-2 കുത്തും ജൂണിനെ കിട്ടുന്നുണ്ട്. ഇവിടെ ജിയും സഞ്ജുളും കൂടെ ഇപ്പൊ ഒരു ടീമായിട്ട് ഫൈറ്റ് ചെയ്യുവാണ്. ജിയു അവരോട് പറയും, നമുക്ക് നോക്കാം ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ് ആണോ നിങ്ങളുടെ ബുള്ളി കൂട്ടമാണോ വിജയിക്കുക എന്ന്. മിന്നാണെങ്കിൽ ഷൂട്ട് ചെയ്ത് ലാസ്റ്റ് സെയോണിന്റെ മുന്നിൽ വന്ന് നിൽക്കുവാണ്. നിന്റെ ലക്കെല്ലാം തീർന്നടാ എന്ന് മിന്ന് പറയുമ്പോഴാണ് നിന്റെ ബുള്ളറ്റ്സും തീർന്നു പോയി എന്ന കാര്യം സെയോൺ അവനെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോഴേക്കും ഫ്രണ്ട് ഡോർ അടിച്ചു തകർത്ത് ലീംസ് പുറത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ജൂൺ ആണെങ്കിൽ ആന്റി അവന്റെ നെഞ്ചി കുത്തി അമർത്തിയ കത്തി വലിച്ചൂരി ഇനി നിനക്ക് ഞാനൊരു പാഠം പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് ആന്റിക്കെതിരെ ഫൈറ്റ് ചെയ്യുവാണ്. ജൂണിന്റെ അറിഞ്ഞുകൊണ്ടുള്ള 2-3 കിക്കി തന്നെ ആന്റി നിലത്ത് കിടക്കും. ഇതേസമയം സെഞ്ചോളും പല ടെക്നിക്സും പുറത്തേക്ക് എടുത്ത് ആ കില്ലറിന്റെ മകനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ജിയുവിനാണെങ്കിൽ മറ്റവന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സെഞ്ചോൾ അവളോട് വിളിച്ചു പറയും, ജിയു ബേസിക്കലി ഫോക്കസ് ചെയ്യാൻ. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ഇവളിങ്ങനെ പഠിക്കുന്ന സമയത്ത് ജൂൺ എക്കാര്യം ഇവളോട് പറഞ്ഞിട്ടുണ്ട്, നീ ബേസിക് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാത്തത് കൊണ്ടാണ് നിന്റെ മാർക്ക് കുറഞ്ഞു പോകുന്നതെന്ന്. ഇപ്പോൾ അതിനർത്ഥം ജീവന് പിടിയിട്ടു. അവൾ അവന്റെ കാല് വാരി നിലത്തടിക്കും. ഇവിടെ ഉള്ള ശക്തി കൊണ്ട് സെയോണും മിന്നിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുവാണ്. കാരണം ഇവൻ കുറച്ച് ദിവസം മുന്നേ ഗാമിന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് എനിക്കും ഗാമിനെ സപ്പോർട്ട് ചെയ്യണം, അതിനെന്തെങ്കിലും പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഗാമിന്റെ അമ്മ പറയും, ഞാൻ വയലൻസിനെതിരാണ്, എന്നാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ഗാമിന്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത തന്ത്രങ്ങൾ ഇവൻ ഓരോന്നായി മിന്നിൽ പ്രയോഗിക്കും. ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് എത്രത്തോളം തല്ല് കിട്ടിയാലും അത് സഹിച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ മിന്നിന്റെ തല്ല് മൊത്തം അവൻ നിന്നുകൊള്ളും. അടുത്ത ലെസൺ എന്ന് പറഞ്ഞാൽ എതിരാളിയുടെ മർമ്മസ്ഥാനങ്ങൾ മനസ്സിലാക്കുക. അതെല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കിക്കണ്ട് മനസ്സിലാക്കിയ സെയോൺ മിന്നിന്റെ കറക്റ്റ് ആ ഭാഗങ്ങളിൽ തന്നെ പഞ്ച് ചെയ്യും. അവസാനത്തെ ടെക്നിക്ക് മിൻ നിലത്ത് കിടക്കും. ഇവിടെ പീഹാൻ ആണെങ്കിൽ ഗാമിനെ വളരെ എളുപ്പം തന്നെ അടിച്ച് നിലംപരിശാക്കുവാണ്. എന്നാൽ പീഹാനും ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് ഗാമിൻ അവന്റെ 100% എടുക്കുന്നില്ല എന്ന്. നീ ആ മിസ് സേഫായിട്ട് എത്താൻ വേണ്ടിയാണോ ഇങ്ങനെ സമയം ലാഭിക്കുന്നത്? എന്നാ നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇതേ സമയം സ്കൂളിൽ നിന്ന് ഓടി വരുന്ന ലീ പോയി പെടുന്നതാണെങ്കിൽ ഒരു കൂട്ടം യൊൻബോ ഗ്യാങ്ങിന്റെ അടുത്ത്. ഇതെല്ലാം മുൻകൂട്ടി പീഹാൻ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പൊ എങ്ങനെയാ 100% എടുത്ത് എന്നോട് ഫൈറ്റ് ചെയ്യല്ലേ എന്ന് ചോദിക്കുന്നത് എഴുന്നേറ്റ് നിന്ന് ഗാമിൻ അങ്കിളിന്റെ കുറച്ച് സീക്രട്ട് ടെക്നിക്സ് പീഹാന് മേലെടുക്കും. എന്നാൽ അതിലൊന്നും വീഴുന്നവനല്ല പീഹാൻ. അവൻ വീണ്ടും എഴുന്നേറ്റ് ഗാമിനെതിരെ ഫൈറ്റ് ചെയ്യും. അവനിപ്പോ ഗാമിനോട് പറയുന്നുണ്ട്, ഞാനില്ലെങ്കിലും യൂസോങ്ങിന് ഒരു മാറ്റവും സംഭവിക്കില്ല, യൂസോങ് അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന്. എന്നാൽ അത് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ പോലും ഗാമി സമ്മതിക്കില്ല. അങ്കിളിന്റെ 10ാമത്തെ ടെക്നിക്ക് അവൻ പീഹാനിൽ പ്രയോഗിക്കും. അതിൽ പീഹാൻ നിലത്തെടുക്കും. അങ്കിളിന്റെ ടെക്നിക്സ് അങ്ങനെ വെറുതെ ആവില്ലല്ലോ. നിലത്ത് കിടക്കുന്ന പീഹാനോട് ഗാമിൻ പറയും, എല്ലാം മാറും, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാന്ന്. ഗാമിൻ അവിടെ നിന്ന് ലീമിസിന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുമെങ്കിലും ഇത്രയും നേരം ഫൈറ്റ് ചെയ്ത ഇമ്പാക്റ്റ് ഇല്ല. ഗാമിൻ അവിടെ ബോധം കിട്ടി വീഴുവാണ്. ലീമിസ് ആണെങ്കിൽ ശരിക്കും ആ ഗുണ്ടകളുടെ മുന്നിൽ പെട്ടുപോയി. താൻ
ശരിക്കും വിട്ടുപോയെന്ന് ലീക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് മുന്നിൽ നിന്നൊരു വിളി കേൾക്കുന്നത്. അതിന് സ്റ്റഡി ഗ്രൂപ്പിൽ അവശേഷിക്കുന്ന മുതൽ ഹേവോൺ ആയിരുന്നു. അവളാണെങ്കിൽ ഇന്നലെ ഡിസിപ്ലിനറി ടീമിലെ ഗ്യൂജിന്റെ അടുത്ത് പോയി നിന്നെ കുത്തിന്ന് വരെ രക്ഷിച്ചത് മിസ്സാണ്, മിസ് ഇപ്പൊ അപകടത്തിലാണ്, ഒരു നന്ദിയില്ലാത്തവരെ രക്ഷിക്കാനാ വെറുതെ മിസ് കുത്തേറ്റ് വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് മനസ്സ് മാറിയ ഗ്യൂജിനും കൂടെ ഡിസിപ്ലിനറി ടീമിലുള്ള അവന്റെ ടീംസും ലീമിസിന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസും പിന്നെ ഗാമിൻ തോൽപ്പിച്ചവന്മാരും യൊൻബക് ഗ്യാങ്ങിലെ മുമ്പുണ്ടായിരുന്നവരും സഞ്ജോളിന്റെ ഫ്രണ്ട്സും അടക്കം ഒരു പടയാണ് ഇപ്പൊ ലീയെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊക്കെ കണ്ട് ലീക്ക് അങ്ങ് കണ്ണു നിറഞ്ഞു പോവാണ്. ഇവർക്ക് എല്ലാവർക്കും നേതൃത്വം കൊടുക്കുന്നതാണെങ്കിൽ ഹേവോണും. അല്ലാതെ വിളിച്ച ഗുണ്ടകളുടെ മുന്നിലേക്ക് ഇവർ വരുന്നതും കാണിച്ച് കട്ടാകുമ്പോൾ ഡിസിപ്ലിനറി മീറ്റിംഗ് വിളിച്ചു ചേർത്ത് എല്ലാവരും കൂടെ പീഹാനെ പുറത്താക്കിയിരിക്കുവാണ്. അവിടെ നിന്നും ദേഷ്യത്തിലിറങ്ങി പോകുന്ന പീഹാനോട് നിന്റെ മുന്നിൽ നല്ല ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ അവരൊന്നും നീ കണ്ടില്ല. ഇനി നീ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളുടെ എല്ലാം ഫലം അനുഭവിക്കും. ലീ പറയുന്നത് കേട്ട് ഒരു നിമിഷം പീഹാന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ലീക്ക് പകരം ഇത് തന്നോട് പറയുന്നത് ജോങ്ങാമിസ് ആയിട്ട് തോന്നുവാണ് അവന്. എന്താണെന്നറിയില്ല, അവനൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നാൽ താഴെയുള്ള തേമിനും കൂട്ടരും പിഹാന കൈയോട് അറസ്റ്റ് ചെയ്യുവാണ്. ലീ ഇന്നലെ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ആ ടീച്ചറുടെ മരണത്തിലുള്ള ഇവന്റെ പങ്കും വ്യക്തമാണല്ലോ. പോലീസുകാരുടെ കൂടെ പോകുന്ന പിഹാൻ ഗാമിന്റെ അടുത്ത് സ്റ്റോപ്പായി. അങ്ങനെയാണെങ്കിൽ സ്കൂൾ ഒന്ന് നീ ചേഞ്ച് ചെയ്ത് നോക്ക് എന്ന് പറയുന്നുണ്ട്. പിഹാന്റെ പിറകെ തന്നെ പ്രിൻസിപ്പളിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പുള്ളിയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ സ്മോക്ക് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് സ്മോക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയം ലീമിസ് അങ്ങോട്ടേക്ക് ചെന്ന് അതെടുത്ത് മാറ്റി സ്കൂളിൽ സ്മോക്ക് ചെയ്യാൻ പറ്റില്ല മുൻ പ്രിൻസിപ്പൾ എന്ന് പറയും. അങ്ങനെ തലവേദനകളൊക്കെ ഒഴിയുമ്പോൾ സ്റ്റഡി ഗ്രൂപ്പ് വീണ്ടും തുടങ്ങുവാണ്. പിഹാനെതിരെയുള്ള കേസ് അന്വേഷിക്കാൻ ഒരു വക്കീലിനെ വച്ചിട്ടുണ്ടെന്ന് പിഹാന്റെ അച്ഛനോട് അസിസ്റ്റന്റ് വന്ന് പറയുമ്പോൾ പുള്ളിയോട് അത് കൈകാര്യം ചെയ്യാൻ പറ എന്ന് ഇയാൾ പറയുന്നത് കേൾക്കാം. സ്കൂളിൽ നിന്ന് ഡിസിപ്ലിനറി കമ്മിറ്റി നേരിട്ട് എല്ലാവരുടെയും ഫോണിൽ നിന്ന് റാങ്കിംഗ് ആപ്പ് ഡിലീറ്റ് ചെയ്യിക്കുകയാണ്. അതുപോലെ ജിയുവിന്റെ അനിയൻ ലീഹോൺ ജുവനൈൽ ഹോമിൽ നിന്ന് റിലീസായി അവളുടെ അടുത്തേക്ക് വന്നിരിക്കുവാണ്. എല്ലാം ശാന്തമായി അവസാനിച്ച സ്ഥിതിക്ക് ജോങ്ങാമിസിനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണല്ലേ. ഇപ്പൊ പുറത്ത് നിൽക്കുന്ന പാർക്കിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇത് വൈബിയിൽ നിന്നുമാണ്, നിന്നെ ഞങ്ങൾ ഇന്ത്യൻ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞു. ഇത് കണ്ടതും പാർക്ക് ബൈക്കും എടുത്ത് പോകുന്നത് കാണാം. ഇവിടെ സ്റ്റഡി ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് ഭാവിയിൽ ആരൊക്കെ ആകണമെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. ജൂണിന് ഫയർഫോഴ്സിൽ കയറാനാണ് ആഗ്രഹം, ഹേവോണിന് ഡെവലപ്പർ ആവാനും, ജിയുവിന് ടീച്ചർ ആവാനാണ് ആഗ്രഹം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തിനാ പിള്ളേരെ ഇട്ട് അടിക്കാനാണെന്നും ചോദിച്ച് ജൂൺ അവളെ കളിയാക്കുന്നുണ്ട്. സെയോൺ ആണെങ്കിൽ എന്താകണം എന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. ഗാമനോട് ചോദിക്കുമ്പോൾ അവൻ പറയും കോളേജ് സ്റ്റുഡന്റ് ആവണമെന്ന്. കോളേജ് സ്റ്റുഡന്റ് ആവുന്നത് ഒരു ഡ്രീം ആണോ എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ എന്റെ ഇപ്പോഴത്തെ സ്വപ്നം അതാണ്. സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുന്നതല്ലല്ലോ, പരമാവധി പരിശ്രമിച്ച് അവസാനം നേടിയെടുക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് പഠിച്ച് കോളേജിൽ പോവുക എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ഡ്രീം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിളും കൊണ്ട് ലീമിസ് വരുന്നുണ്ട്. എക്സാമിന്റെ കാര്യം അറിയുന്നതും എല്ലാവരുടെയും മൂടും പോകുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ ജൂണിനെ തോൽപ്പിക്കുമെന്നും പറഞ്ഞു നിൽക്കുവാണ് ജിയു. അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ജൂണും. അങ്ങനെ ഈ 5 യൂസോങ് ടെക്നിക്കൽ സ്കൂളിലെ ഞങ്ങളുടെ കോളേജ് എൻട്രൻസ് ജേണി ആരംഭിച്ചിരിക്കുന്നു എന്ന് ഗാമിൻ പറയുന്നിടത്ത് വെച്ച് നമ്മുടെ ഈ ഡ്രാമ അവസാനിക്കുവാണ്. ഒരു പുതിയ ജേണിക്ക് തുടക്കമിട്ടാണ് നമ്മുടെ ഈ ഡ്രാമ അവസാനിക്കുന്നത്. മേ ബി ഒരു സെക്കൻഡ് സീസൺ ഉണ്ടാകാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. കാരണം കഥയിൽ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗാമിന്റെ അജ്ഞാത അങ്കിളിനെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഈ ഡ്രാമ ഒരു വെബ്ടൂൺ ബേസ്ഡ് ആണ്. എന്നാൽ വെബ്ടൂണിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ കഥ അവസാനിച്ചിട്ടുള്ളത്. അത് മേ ബി സെക്കൻഡ് സീസണിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കാം. എന്തായാലും ഇപ്പൊ നമുക്ക് ഗാമിനോടും അവന്റെ ഫ്രണ്ട്സിനോടും ബൈ പറയാനുള്ള സമയമാണ്.